മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷയേകി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരിച്ചു. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരിയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തേകി അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റലപ്പള്ളി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ 95 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും വ്യക്തിപരമായി എനിക്കൊരു കാഴ്ചപ്പാടുമാണ്, രാഷ്ട്രീയമായിട്ടും എനിക്കൊരു കാഴ്ചപ്പാടുമാണ്. നേരത്തെ ഇവിടെ PN സുരേന്ദ്രനെ പോലെയുള്ള ഇത്രയും കാലം തന്നെ പൊതുപ്രവർത്തനാനുഭവമുള്ളവർ ഇവിടെ സൂചിപ്പിച്ചു. പലപ്പോഴും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ചുറ്റുവട്ടത്തുമുള്ള ജനനിബിഡമായ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ, ഞാനതിനെ ജനനിബിഡം എന്നേ പറയാൻ ഉദ്ദേശിക്കുന്നത്, പട്ടണത്തിൻ്റെ തൊട്ടടുത്ത് കിട്ടിയ ഭൂമിയിൽ നമ്മളൊക്കെ തന്നെ വീട് വെച്ചു. സ്വാഭാവികമായി നമുക്കറിയാം, ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ട് താഴത്തുള്ള ഭൂമി എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ പന്ത് നേരത്തെ പോയാൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ഒരു 3 ആൾക്ക് താഴ്ചയുണ്ടായിരുന്നു ആ കണ്ടങ്ങൾക്ക്. അതൊരു പക്ഷേ ഇന്ന് ഇൻസ്റ്റയിലൂടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ വിലയിരുത്തുന്ന പലർക്കും അതങ്ങനെ അറിയണമെന്നില്ല എന്നതുകൊണ്ടാണ് വടക്കാഞ്ചേരിയിലെ പഴയ തലമുറയ്ക്ക് നല്ലവണ്ണം എന്താണ് ഈ ഗ്രൗണ്ടും ഗ്രൗണ്ടിന്റെ ചുറ്റുമുള്ള സാഹചര്യവും എന്ന് നല്ലവണ്ണം അറിയാം. 1 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയിലൂടെയാണ് വിദ്യാലയമുറ്റത്തെ കളിക്കളം രാജ്യാന്തര നിലവാരത്തിലേക്ക് ചുവടുവെച്ചത്. ഗ്രാമീണ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി MLAയുടെ ആസ്തി വികസന ഫണ്ടും കായിക വകുപ്പിന്റെ ഫണ്ടും സംയുക്തമായാണ് ഇതിനായി വിനിയോഗിച്ചത്. ഗ്രൗണ്ടിലെ തടസ്സങ്ങൾ നീക്കി നിരപ്പ് ഉയർത്തുകയും ക്രിക്കറ്റ് നെറ്റ്സ്, അത്യാധുനിക ലൈറ്റുകൾ, മികച്ച ഡ്രെയിനേജ് സംവിധാനം എന്നിവ സജ്ജമാക്കുകയും ചെയ്തു. വടക്കാഞ്ചേരിയുടെ കായിക കുതിപ്പിന് ഈ ഗ്രൗണ്ട് പുതിയ ഊർജം പകരുമെന്ന് MLA പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ സാന്നിധ്യം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.